അപ്പോഴേ നമ്മൾക്ക് ഇന്ന് നല്ലൊരു ഫാം ഹൗസ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പശുക്കളും കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് മൊത്തം നമുക്ക് 1 ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ ഫാം ഹൗസാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഒരു താമസിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതേ കാണുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഞാൻ അകത്തുനിന്ന് കയറി കാണിച്ചു തരാം കേട്ടോ. ശരിക്കും നമുക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം എന്താണോ, ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ നമുക്ക് പുറത്തുണ്ട്. ഫുൾ ടൈലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നേരെ അകത്തോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു റൂം സ്പേസ് ഉണ്ട്. ഓക്കെ, ഇത് വാർപ്പാണ് കേട്ടോ. മൊത്തത്തിൽ ഇതാ വാർപ്പാണ്. ഉള്ളിലൊക്കെ ടൈലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണെങ്കിൽ ഇതാ ഈ ഒരു സൈഡിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ക്ലോസറ്റോ കാര്യങ്ങൾ മാത്രം വെച്ചാൽ മതി, ടൈൽസ് മാത്രം വെച്ചാൽ മതി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് കിച്ചൺ സൗകര്യം കൊടുക്കുന്നത് കേട്ടോ. ഇതാ ആണോ, അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ കിച്ചണിനുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ നേരെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വിറകടുപ്പൊക്കെ യൂസ് ചെയ്യും. കാരണം വിറകും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇത് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ഈ ഒരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ കോഴിയോ മറ്റു കാര്യങ്ങളൊക്കെ വളർത്താനായിട്ടുള്ളൊരു ഷെഡ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട്. ഇതിനകത്ത് നമുക്ക് ഓൾറെഡി ഒരു 5 പശുക്കളും അതിൻ്റെ കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഈ ഒരു തൊഴുത്ത്, അതുപോലെ തന്നെ ഈ 5 പശുക്കൾ നല്ല കറവയും കാര്യങ്ങളുള്ളതാണ്. പശുക്കളുണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സോഴ്സാണ് കേട്ടോ. ഇഷ്ടം പോലെ വെള്ളം, വറ്റാത്ത കിണറും കുളവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടോ. നമുക്ക് പാലൊക്കെ കറക്കാനായിട്ട് നല്ല മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫാൻ ഇതാണ്ടോ, പശുക്കളെ കിടക്കാൻ ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് ചിലവിടെ കിട്ടാൻ വഴിയില്ല. ഇപ്പോൾ പശുക്കൾ കിടക്കാൻ ഫാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ തന്നെ ഇതാണോ ഇങ്ങനെ വരും. ശരിക്കും നമുക്ക് എല്ലാ വാഹനവും വരാട്ടോ. അതായത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്ന റോഡും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ. ഇതിക്കുള്ള ലൊക്കേഷൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ നമ്മുടെ കോങ്ങാട് ടൗൺ ഉണ്ടല്ലോ, ഈ കോങ്ങാട് ടൗണിൽ നിന്ന് കറക്റ്റായിട്ട് ഒരു 2 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ആകെ ദൂരമായിട്ട് വരുന്നത് കേട്ടോ. നല്ല ലൊക്കേഷനാണ്, സൈലൻ്റായി ഇരിക്കാൻ പറ്റുന്ന കേട്ടോ. നമ്മൾ ഇതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല മാവും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 100-400ഓളം നല്ല കവുങ്ങുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും കോങ്ങാട് ടൗണിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മുടെ CM സെൻറ്റർ ഇല്ല മുച്ചേരി, ആ CM സെൻറ്ററിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് അത് വരുന്നത്. ആ റോഡിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫുൾ ടാറിങ്ങും കോൺക്രീറ്റിൻ്റെ റോഡാണ് ഈ ഫ്രണ്ട് വരെ ഉള്ളത് കേട്ടോ. അവിടെ നിന്ന് ഒരു 50 മീറ്റർ ജസ്റ്റ് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും വരും കേട്ടോ. ചെറുതും വലുതുമായിട്ട് എല്ലാ വണ്ടിയും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് തന്നെ വരും. വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് അതുപോലെ തന്നെ നമുക്കൊരു മീൻകുളമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട്. പിന്നെ ഈ കാണുന്ന മരങ്ങളൊക്കെ നമ്മുടെ ഇതിൽ വരുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു 100-400ഓളം നമുക്ക് നല്ല കവുങ്ങുണ്ട്. എല്ലാത്തിലും നടോ നല്ല കുരുമുളകും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും കൃഷിയോട് താല്പര്യമുള്ള ആൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റാണ് കേട്ടോ. ഇങ്ങനെ വരും നമ്മുടെ ബൗണ്ടറി. ഈ ഷെഡൊക്കെ നമ്മളതിനകത്തേക്ക് വരും. പിന്നെ ഇത് കാണുന്നുണ്ടല്ലോ, ഇതൊരു മീൻകുളമാണ് കേട്ടോ. അപ്പോൾ മീൻ വളർത്താനോ കാര്യങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും സ്പിൻഡലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റില്ല കേട്ടോ ഒരിക്കലും. വെള്ളത്തിന് ഒരു യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയും കൂടിയാണ് കേട്ടത്. പിന്നെ മറ്റൊരു വെള്ളത്തിൻ്റെ സോഴ്സാണ് കേട്ടോ കിണർ കേട്ടോ. ഇത് ശരിക്കും റിങ് നമുക്ക് ഇവിടെ തന്നെ വെച്ച് വാർത്തിരിക്കുന്നതാണ്. നല്ല വാട്ടാണ് കേട്ടോ, ഒരിക്കലും വറ്റില്ല കേട്ടോ. കാരണം ഇതെല്ലാത്ത കൃഷിക്ക് ഇതിന്നാണ് വെള്ളം കൂടുതലായിട്ട് എടുക്കുന്നത്. അതുപോലെ മോട്ടറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ മൊത്തം പോലെ പുല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് പശുവിനെ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ പുല്ല്, അതായത് നമ്മളിതിന് തുറന്ന് വിടേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമുക്ക് തന്നെ ഈ ഭാഗത്ത് തന്നെ നമ്മുടെ പശു ഫാമോ അല്ലെങ്കിൽ കോഴി ഫാമോ പന്നി ഫാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ഫാം പർപ്പസ് ആണെന്നുണ്ടെങ്കിലും അല്ല കൃഷിയോട് താല്പര്യമുള്ളവരാണെങ്കിലും സംഭവം സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് നിലം കാറ്റഗറിയിലാണ് കേട്ടോ ഭൂമി വരുന്നത്. നമുക്കിനി തരമാറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യണം. എല്ലാ ഭാഗത്തും പോലെ തന്നെ പൈപ്പ് ലൈനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാ ഭാഗത്തും നമുക്ക് നനയാനും കാര്യങ്ങൾക്ക് പൈപ്പ് ലൈനും കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഇടയിൽ ഇതുപോലെ തന്നെ നമുക്ക് കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മാവ്, പ്ലാവ്, സപ്പോട്ട അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അതിർത്തി വരുന്നത് കേട്ടോ. അങ്ങനെ അതായത് നമ്മുടെ ഇറങ്ങി വന്ന അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ലൈൻ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വന്ന് ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ പോകും കേട്ടോ. ഇതൊക്കെയാണ് ഇതിനകത്ത് മൊത്തം വരുന്നത്. നമുക്ക് ആ വീടിനുള്ളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ, മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നല്ല മാങ്ങയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഭാഗത്ത് കൂടുതലായിട്ടും ഇതുപോലെ തന്നെ മാവ്, അതുപോലെ തന്നെ നമ്മുടെ കവുങ്ങ്, തെങ്ങ് കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ കോങ്ങാട് ടൗണിനടുത്താണ് കേട്ടോ വരുന്നത്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി മൊത്തത്തിൽ 1 ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ ആ കണ്ട വീടും അതുപോലെ തന്നെ പശുക്കളും തൊഴുത്തും തുടങ്ങിയിട്ടുള്ള ഈ കണ്ട സാധനങ്ങളെല്ലാം കൂടെ മൊത്തത്തിലാണ് ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു 65 ലക്ഷം രൂപയാണ് പ്രൈസ് ചോദിക്കുന്നത്. പ്രൈസ് പിന്നെ ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നെഗോസിയേഷൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും ഒരു ഫാം പർപ്പസിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനായിട്ടില്ല. ഒരു JCB കൊണ്ടുവരാനോ മറിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കാനോ നനയ്ക്കാനോ അല്ലെങ്കിൽ പൈപ്പ് കണക്ഷൻ കൊടുക്കാനോ അങ്ങനെയുള്ള യാതൊരു പരിപാടിയൊന്നുമില്ല. താമസിക്കാനാണെങ്കിൽ വീടുണ്ട്, വെള്ളം വറ്റാത്ത കിണറുണ്ട്,
എല്ലാ വണ്ടിയും വരുന്ന റോഡുണ്ട്, ടൗണിലേക്ക് അടുത്താണ്, അതുപോലെ തന്നെ അത്യാവശ്യം വരുമാനമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന നല്ല തോട്ടാണ്. അപ്പോൾ പിന്നെ വേറെ ഫ്ലഡ് എഫക്റ്റഡ് അല്ല, കാരണം വെള്ളം കയറില്ല, കാരണം താഴോട്ട് അപ്പുറത്ത് ചെറിയൊരു തോടുണ്ട്, വെള്ളമൊക്കെ അങ്ങോട്ടാണ് പോവുക, വെള്ളം ഇങ്ങോട്ട് കയറി വരില്ല. പിന്നെ ഫോറസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നുമില്ല, വന്യമൃഗ പ്രശ്നങ്ങളൊന്നുമില്ല, ഏത് പാദയാത്രയ്ക്ക് വേണമെങ്കിൽ വന്നിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പശുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ആടോ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പുല്ലോ കാര്യങ്ങളോ പുറത്തു പോയിട്ട് വാങ്ങിക്കൊണ്ടുവരുമൊന്നും വേണ്ട, അതിനുള്ള സ്ഥലവും കാര്യങ്ങളും വെച്ചുണ്ടാക്കലൊക്കെ ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ കൃഷിയോട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടമുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആളുടെ ഇഷ്ടപ്രകാരം ആൾക്ക് സ്വന്തമായിട്ട് വേണ്ട രീതിയിലാണ് ഇവിടെ മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ആൾ കുറച്ച് ഏജ്ഡാണ്, അപ്പോൾ പുള്ളിക്ക് നോക്കാൻ നടത്താനൊന്നും ബുദ്ധിമുട്ടുള്ളവിടെ നിങ്ങൾ വന്ന് നോക്കിയാൽ കണ്ട മനസ്സിലാവാൻ പറ്റും. അപ്പോൾ പുള്ളിക്ക് നോക്കി നടത്താൻ വയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഇതൊരു സെയിലിനായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതിലോട്ട് വിളിക്കുക, എന്നിട്ട് നേരിട്ട് വരിക, കാണുക, പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഓണർ അടുത്ത് നിന്ന് സംസാരിച്ച് നല്ല പ്രൈസിന് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചെടുക്കാം കേട്ടോ.